തീർച്ചയായും അതെന്തായാലും സരിസിയും സൈഫിക്കും മിസ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഓണാഘോഷം തുടങ്ങിയത് മുതൽ ഇതായിരുന്നു. കനകക്കുന്നിൽ ഒരു ഭാഗത്ത് പോകുന്നു, ഒപ്പം തന്നെ ചാല മാർക്കറ്റ്, ഒപ്പം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പരിസരങ്ങൾ. സരിസിയൊക്കെ അങ്ങ് അതിന്റെ ആഘോഷം പൂർണ്ണമായും നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള മുഴുവൻ എഫേർട്ടും എടുത്ത ആളുകളാണ്. എനിക്കൊരു കണ്ണട വാങ്ങിച്ചു തന്നു. അങ്ങനെ വലിയ ആഘോഷത്തിൽ നമ്മളും പങ്കുചേരുകയായിരുന്നു ചെയ്തത്. എന്തായാലും ആ ആഘോഷത്തിന്റെ പരിസമാപ്തിയാണ് ഇന്ന്. ഒരുപക്ഷെ ഈ അമൃത് നമ്മൾ ഈ കുറച്ച് കാലത്തെ ഓണം എടുത്തു നോക്കിയാൽ ഒരുപക്ഷെ ഇത്തവണത്തെ ഓണം കുറച്ചുകൂടി കളറാണ്. കാരണം കുറെ അടച്ചിടലുകൾ, ഒപ്പം തന്നെ കഴിഞ്ഞ തവണ നമുക്ക് ഏറെ ദുഃഖിപ്പിച്ച വയനാട് ദുരന്തമുണ്ടായിരുന്നു. ആ ദുരന്തത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ സർക്കാർ പരിപാടികളൊക്കെ താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. അത് നടത്തേണ്ടെന്നുള്ള തീരുമാനമെടുത്തിരുന്നു. പക്ഷേ ഇത്തവണ കുറച്ചുകൂടി കളറാക്കുകയാണ് അല്ലേ ഷിജോ? ഇത്തവണ കുറച്ചുകൂടി നല്ല ഒരു അനുഭവമായിരിക്കും ഈ ഘോഷയാത്ര എന്ന കാര്യത്തിൽ സംശയമില്ല. അല്ല, ഒരു തർക്കവുമില്ല. കാരണം പ്രത്യേകിച്ച് തലസ്ഥാന നഗരിയെ സംബന്ധിച്ചുകൊണ്ട് പല ഇടങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഈ ആഘോഷം എന്തു തന്നെ ആയാലും അനന്തപുരി അതിനെ അക്ഷരാർത്ഥത്തിൽ അത് ഏതൊക്കെ അറ്റത്തെ കൊണ്ടുപോകാം അങ്ങനെയൊക്കെ ആഘോഷിക്കും. അതായത് കഴിഞ്ഞ ഒരാഴ്ചക്കാലം 3-ാം തീയതി മുതൽ ഈ 9-ാം തീയതി എത്തി നിൽക്കുമ്പോൾ ഇതുവരെ ഏതാണ്ട് 10 ലക്ഷത്തിലധികം ആളുകൾ സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച ഓണാഘോഷത്തിന്റെ വിവിധ പരിപാടികൾ കാണാൻ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക് പോലീസ് നൽകുന്നത്. അങ്ങനെ 10 ലക്ഷത്തിലധികം പേർ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തലസ്ഥാന നഗരിലൂടെ പോയിട്ടുണ്ട്. അത് തിരുവനന്തപുരത്തുകാർ മാത്രമല്ല കേട്ടോ, അങ്ങ് കാസർഗോഡ് മുതൽ ഇവിടെ തിരുവനന്തപുരം വരെയുള്ള ആളുകൾ ഇവിടെ വന്ന് ഈ ആഘോഷത്തിന്റെ ഭാഗമായിട്ടുണ്ട്. പുറത്തുനിന്നുണ്ട് ഇഷ്ടംപോലെ. നമ്മളെ ഒരു ബൈറ്റ് എടുത്തപ്പോ ഒരു രാജസ്ഥാൻകാരൻ ആ ഓണം കളറാണെന്നൊക്കെ പറയായിരുന്നു. കുറെ കാലമായി ഇവിടെയുണ്ട്, കേരളം കളറാണ്, ഓണം അതിനപ്പുറം കളറാണ് എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ല, അത് കളർ തന്നെയാണോ പറഞ്ഞത്? അക്ഷരമായിട്ടൊന്നും ഇതിന് മനസ്സിലായല്ലോ. കളർ തന്നെ. അപ്പൊ അത് ഇപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ആട്ടെ, അങ്ങനെ ആയാലും പല സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പൊ തന്നെ കണ്ടില്ലേ മതേതരത്വം, അങ്ങനെ നമ്മുടെ കേരളത്തിന്റെ തനിമ എന്താണോ അത് കൃത്യമായിട്ട് വിളിച്ചോതുന്ന, കേരളത്തിന്റെ കരുതൽ എന്താണോ അത് കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്ന, അങ്ങനെ എല്ലാ കാര്യങ്ങളെയും വളരെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തി തന്നെയാണ് സംസ്ഥാന സർക്കാർ ഓണം വാരാഘോഷത്തിന്റെ സമാപന ചടങ്ങുകളിലേക്ക് കടക്കുന്നത്. ഇപ്പോൾ തന്നെ കുഞ്ഞു കുട്ടികളടക്കം ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് തന്നെ വന്ന് നിൽക്കുകയാണ്. പരിപാടിയെ കാണാമെന്നാണോ? അതിന് ഇത്രയും നേരത്തെ വന്ന് നിൽക്കുക അല്ലേ? ഓഫീസിൽ പോയിട്ട് അങ്ങനെ ഇറങ്ങി. അപ്പം എന്താണ് മനസ്സിലെ എക്സ്പെക്ടേഷൻ ഒക്കെ എന്താണ്? അടിപൊളിയായിരിക്കും. കുറെ വർഷമായിട്ടില്ലല്ലോ, അടിപൊളിയായിരിക്കും. പഠിക്കാണോ? ബിടെക് ഫസ്റ്റ് ഇയർ ആണ്. ഇവിടെയോ? തേർഡ് ബി. ഏത് സ്കൂളിലാ? സെന്റ് മേരീസില്. അപ്പൊ ഇന്ന് പഠിത്തമുണ്ടായിരുന്നോ? ഇല്ലായിരുന്നോ? ഉച്ചവരെ പഠിത്തമുണ്ടായിരുന്നല്ലോ? ഇല്ല, ചുമ്മാ കേട്ടോ, ഇന്ന് പഠിത്തമില്ലായിരുന്നേ. അപ്പോ എങ്ങനെയുണ്ട് ഓണാഘോഷം? എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നോ? അപ്പൊ പോട്ടെ. അപ്പൊ ഘോഷയാത്രയൊക്കെ ആകുമ്പോഴത്തേക്കും ആ കുഴപ്പമില്ലായ്മ സൂപ്പർ ആകും അല്ലേ? സൂപ്പർ ആകുമോ? അപ്പൊ ഓഫീസിൽ നേരത്തെ ഇറങ്ങി കൊണ്ട് ഘോഷയാത്ര കാണിക്കൊണ്ട് ഇറങ്ങിയതാ. വാട്ടർ അതോറിറ്റിയുടെ നടക്കട്ടെ. അപ്പൊ അച്ഛനടുത്ത് പ്ലോട്ട് വേണം ഇറങ്ങിയതാ. അച്ഛന്റെ പ്ലോട്ട് ഫസ്റ്റ് അടിക്കുവോ? അറിഞ്ഞൂടാ, അടിക്കുമായിരിക്കും. അപ്പൊ അങ്ങനെ ആവട്ടെ. അപ്പോ അമൃത, ഈ പറയുന്ന പോലെ വളരെ നേരത്തെ തന്നെ ഈ പ്ലോട്ടുകൾ കാണാൻ വേണ്ടിയിട്ട് വഴിയരികിൽ കാത്തു നിൽക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ തന്നെ നേരത്തെ വിജിൻ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തിന്റെ പല ഇടങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് ഓരോ സ്ഥലത്ത് ഇങ്ങനെ 5000 പേർക്ക് ഇരിക്കാനുള്ള ക്രമീകരണം മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ പല സ്ഥലത്തും ഇപ്പോഴേ വന്ന ആളുകൾ ഇങ്ങനെ കയറിയിരിക്കുകയാണ് ഈ പ്ലോട്ടുകൾ കാണാൻ വേണ്ടിയിട്ട്. അതെ, എന്തായാലും ഈ ഇവിടുന്ന് വെള്ളയമ്പലം മുതൽ കവടിയാറ് മുതൽ കിഴക്കേക്കോട്ട് വരെ നിറഞ്ഞു കവിയുന്ന കാര്യത്തിൽ സംശയമില്ല. ഏകദേശം LMSന്റെ അവിടെ എത്തുമ്പോഴാണ് മുഖ്യമന്ത്രിയും മറ്റ് നേതാക്കളും മന്ത്രിമാരും ഒക്കെ ഈ ഫ്ലോട്ട് കാണാനായി എത്തുന്നത്. അവിടെയൊക്കെ വലിയ തിരക്കാണ്. നമ്മുടെ ഓരോ പ്രതിനിധികളുണ്ട്, സനൂപ, ആർബിയും, ഒപ്പം തന്നെ പുതിയ ട്രെയിനികളായി വന്ന കുട്ടികളെല്ലാം ഉണ്ട്. എല്ലാവരും സാജിക്കാനോട് ഇറങ്ങേണ്ടതായിരുന്നു. സാജിക്ക് ഇറങ്ങുന്നില്ല. സാജിക്ക് ആഘോഷം അതിനിടെ കാണാൻ പോകുന്നുണ്ട് കേട്ടോ. പല സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ വർണ്ണിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പിറ്റേന്ന് സാജിക്ക് വന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സാജിക്ക വിചാരിക്കും നിങ്ങൾ പോയി റിപ്പോർട്ട് ചെയ്തു. സാജിക്ക ഭയങ്കര രസമാണ്. സാജിക്ക ഞങ്ങളെല്ലാം ഓരോ സ്ഥലത്തേക്ക് ഡിപ്ലോയ് ചെയ്യും, എന്നിട്ട് പിറ്റേ ദിവസം കഥ പറയും. അപ്പൊ ഞങ്ങൾ വിചാരിക്കുന്നതൊക്കെ TV കണ്ടതായിരിക്കും. അതല്ലേ, സാജിക്ക മക്കളെയും കൂടി വൈകിട്ടാകുമ്പോഴത്തേക്ക് ഒരു കറക്കമുണ്ട്. അങ്ങനെ ഇത് മുഴുവൻ നഗരത്തിലുള്ള എല്ലാ ആഘോഷ പരിപാടികളും അങ്ങനെ ആസ്വദിക്കേണ്ട ഒന്ന് തന്നെയാണ്. കുടുംബമായി പോയി ആസ്വദിക്കേണ്ടതാണ്. അങ്ങനെ എന്തായാലും ആഘോഷങ്ങൾ അതിന്റെ വലിയൊരു പാരമ്പര്യത്തിലേക്ക് പോവുകയാണ്. പറഞ്ഞതുപോലെ അല്പസമയത്തിനകം തന്നെ ഈ ഘോഷയാത്ര ആരംഭിക്കുമെന്നാണല്ലോ പറയുന്നത്. അപ്പോ നമുക്ക് കൃത്യമായി ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക്, മീഡിയ വണ്ണിന്റെ പ്രേക്ഷകരിലേക്ക് എത്തുമെന്ന് തന്നെയാണ് കരുതുന്നത്. ആരാണ് ക്യാമറയ്ക്ക് പിന്നിൽ? ആരാണ് ഇപ്പോൾ നമുക്കൊപ്പം ഉള്ളത്? ബിജു മടവൂരാണ്. ബിജു മടവൂർ ഇങ്ങനെ നടക്കുകയാണ് ക്യാമറയായിട്ട്. ഇനി എത്ര മണിക്കൂർ നടക്കേണ്ടി വരുമെന്ന് ബിജു വരുന്നതിന് നിശ്ചയമില്ല. അതുകൊണ്ട് ആ ക്യാമറയായി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ എല്ലാവരും ഉണ്ട്. നമ്മുടെ തിരുവനന്തപുരം ബ്യൂറോയിലെ മുഴുവൻ ടീം അംഗങ്ങളും, ഒപ്പം തന്നെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവരെല്ലാം ഉണ്ട്. ഇപ്പോൾ ഓരോ പ്ലോട്ടുകളും ഇങ്ങനെ സജീവമായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. വനംവകുപ്പിന്റെ പ്ലോട്ടാണ് പോകുന്നത്. അതിനകത്ത് കാട്ടുപോത്തും മാനയും കരടിയും
അങ്ങനെ എല്ലാം ഉണ്ട്. കണ്ണിന് നമ്മൾ കണ്ണ് ചിമ്മാതെ കാണേണ്ട കാഴ്ചകളൊക്കെ തന്നെയാണ് എല്ലാ പ്ലോട്ടിലും ഉണ്ടാവുക. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു അവസാനവട്ട മിനുക്കുപണികൾ പൂർത്തിയാക്കി അവർക്ക് നിശ്ചയിച്ച സ്ഥലത്തേക്ക് ഈ പ്ലോട്ടുകൾ ഇപ്പോൾ ക്രമീകരിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഏതാണ്ട് ഒരു 3:30 എല്ലാ പ്ലോട്ടുകളും കൃത്യമായിട്ട് അണിനിരക്കും. 3:30 തന്നെ ഇവിടുന്ന് പ്ലോട്ടുകൾ നീങ്ങി തുടങ്ങും. 4 മണിക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇത് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതോടുകൂടി ഘോഷയാത്ര ഔദ്യോഗികമായിട്ട് തുടങ്ങുകയും ചെയ്യും. അങ്ങനെ എല്ലാ ക്രമീകരണങ്ങളും അവസാനവട്ട മിനുക്കുപണികളിലാണ്. ഓക്കെ, തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങളാണ് ഷിജോ കുര്യനും വിജിൻ വായാന്തോടും പങ്കുവച്ചത്. ഏതായാലും ഈ ഘോഷയാത്ര തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് വീണ്ടും ആ ദൃശ്യങ്ങളിലേക്ക് കടക്കാം. മീഡിയ വൺ സംഘം സജ്ജമാണ്.